ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില കാര്യങ്ങൾ പറയാനും വളരെ രഹസ്യമായി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. എന്താ അനന്തപിള്ളേ? പറയാം, വരൂ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഐഷുവിനെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ. സാറെന്താ ഇവിടെ? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഇന്ന് കോടതി പോകുന്നില്ലേ? CIA ഇന്നാണല്ലോ വിസ്തരിക്കുന്നത്. ഇല്ല, പോകുന്നില്ല. എന്നാ ശരി. ശരി ശരി മോളെ. ഋതു, ഇവരെയും കൂടി ചെല്ല. ഐഷു, വർമ്മ സാർ എന്നോട് കള്ളം പറയുകയാണല്ലോ. മുഖം കണ്ടാലറിയാം സാറ് പറഞ്ഞത് നുണയാണെന്ന്. എന്നോട് എന്തോ സാറ് മറയ്ക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കണ്ടുപിടിക്കാം. താങ്കൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് അവസാനമായി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പിടികിട്ട പുള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ച ഞാൻ ആ ജഗന്നാഥനെ ഷൂട്ട് ചെയ്തത്. മാപ്പാക്കണം. ഭാര്യ 2 കുട്ടികളുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിയ അവർക്ക് ആരുമില്ല. ഈ കേസിലെ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ കൂടാതെ ഈ കോടതിയുടെ മുമ്പാകെ നടന്ന വിശദമായ വിസ്താരം, ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോ ഒരു കാര്യത്തിൽ ഈ കോടതിക്ക് യാതൊരു സംശയവും ശേഷിക്കുന്നില്ല. അതിനാൽ പ്രതി തന്റെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തതായും കൊലപാതകം നടത്തിയതായും കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. നിയമത്തിന്റെ രക്ഷകനാകേണ്ട ഒരാൾ തന്നെ നിയമം കയ്യിലെടുത്തത് അത്യന്തം ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതി ചന്ദ്രബാനു രാമചന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷിക്കുന്നു. അയാളെ കൊണ്ട് പോലീസ് പോകുമ്പോ അംബിക നേരിട്ട് പ്രത്യക്ഷപ്പെടണ്ട. പലരും സംശയിക്കും. ഇവിടെ ഞാൻ ഡീൽ ചെയ്തോളാം. ശരി അനന്തപിള്ളേ. അംബിക, കാറിലേക്ക് ഇരിക്കും. ഡോണ്ട് വറി. അംബിക കാറിലുണ്ട്. കാണേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. എടോ, താനൊട്ടും പേടിക്കണ്ട. എന്റെ പ്ലാനിംഗ് എല്ലാം കറക്റ്റ് ആയാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ പുറത്തിറക്കും. ജയിലിൽ തനിക്ക് VIP പരിഗണന കിട്ടും. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അംബിക പറഞ്ഞ പണം മുടങ്ങാതെ തന്റെ വീട്ടിലോ അക്കൗണ്ടിലോ എത്തിയിരിക്കും. അടുത്ത മന്ത്രിസഭ എന്റേതാ. താൻ ധൈര്യമായിട്ടിരിക്കുക. രാജുവിനെ ഒഴിവാക്കി എന്നെയും കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായി രാജു ചിന്തിക്കും. അവനോട് ഇനിയെങ്കിലും ഉള്ള സത്യം തുറന്നു പറയുന്നത് നല്ലത്.
അവൻ വിഷമിക്കുമെന്ന് കരുതി ഏട്ടൻ പറയാതിരിക്കുന്നത് ശരിയല്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. വരട്ടെ ശേര, നോക്കാം. ആ അനന്തപിള്ള ആഗ്രഹിക്കുന്നത് എന്റെ മന്ത്രി പദവിയോ മറ്റു സ്ഥാനമാനങ്ങളോ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് നാശം കൂടിയാ, പിന്നെ എന്റെ ജീവനും. പിന്നെ അയാളുടെ ഒരു മോഹം. ഇതിലും വലിയ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏട്ടൻ ഉണ്ടായിട്ടില്ലേ? അനന്തപിള്ളയോട് പോവാൻ പറയട്ടെ. അവൻ അത്ര നിസ്സാരക്കാരനല്ല. ഏട്ടൻ എന്തിനാ അയാളെ അങ്ങനെ പേടിക്കുന്നേ? ആരെയും ഒരു ശക്തിയെയും പേടിയില്ലാത്ത എന്റെ ഏട്ടൻ. അതല്ല ശേര, അവൻ എന്നോടുള്ള ശത്രുത നമ്മുടെ ചേച്ചിയോട് തീർക്കുമെന്നാ എന്റെ പേടി. ചേച്ചിയുടെ ജീവൻ പോലും അപകടത്തിലാ. ഏട്ടൻ എന്തൊക്കെ ഈ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നേ? ഓപ്പറേഷൻ ചെയ്താലും ജീവിക്കോ മരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പകുതി ചാൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനില് ശത്രുവിനെ തളച്ചിട്ട് മരിക്കുന്നത് തന്നെയാ നല്ലത്. എന്റെ കൂടപ്പറപ്പുകൾക്കും മകൾക്കും മറ്റു ബന്ധുക്കൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. എന്താ ഏട്ടാ ഇത്? ആള് അകത്തുണ്ടല്ലോ അല്ലേ? ആ അകത്ത് തന്നെ ഉണ്ട് മാഡം. ആ വരൂ വരൂ. ഞാന് നിങ്ങളെ കാത്തിരിക്കയായിരുന്നു. ചില കാര്യങ്ങൾ പറയാനും വളരെ രഹസ്യമായി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. എന്താ അനന്തപിള്ളെ? പറയാം, വരൂ. വന്നാട്ടെ, ഇരിക്കെ. ഇവിടെ ഉള്ളവന്മാരെല്ലാം എന്റെ വിശ്വസ്തന്മാരാ. എന്നാലും ചൂട് വെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കും. പെട്ടെന്ന് ആർക്കെങ്കിലും നമ്മളെ ഒന്ന് ചതിക്കണമെന്ന് തോന്നിയാലോ, ആ ചതിക്ക് നമ്മൾ നിന്നു കൊടുക്കണോ? മറ്റുള്ളവർക്കുള്ള കുഴി തോണ്ടുന്ന നമ്മള് കണ്ടവർ കുഴിക്കുന്ന കുഴിയിൽ വീഴേണ്ട കാര്യമില്ലല്ലോ. ഈ ആദിവാസികൾക്ക് വേണ്ടി പ്രതാപ് വർമ്മ എല്ലാ വർഷവും ഒരു സഹായം കൊടുക്കാറില്ലേ, വലിയൊരു ഫംഗ്ഷനോടെ? ഉണ്ട്. ആ, 2-3 വർഷമായി വലിയ ഫംഗ്ഷനൊന്നുമില്ല. ഓ, മന്നവന്നൂരില് മലദേവതമാരുടെ ഒരു ചെറിയ അമ്പലമുണ്ട്. കുംഭമാസത്തിലെ കാർത്തിക അവരുടെ ഉത്സവം. അകലേ നോവിനാലേ